1998 മമ്മൂട്ടിയെ തേടി രാജ്യത്തിൻ്റെ ആദ്യ സിവിലിയൻ ബഹുമതിയായ പത്മശ്രീ എത്തുന്നത്. 28 വർഷങ്ങൾക്ക് ശേഷം ഏറെ വൈകി ഇതാ മലയാളത്തിൻ്റെ മഹാനടന് രാജ്യത്തെ മൂന്നാമത്തെ വലിയ സിവിലിയൻ ബഹുമതി ലഭിച്ചിരിക്കുന്നു. അനന്യമായ ആ അഭിനയകാലത്തെ രാജ്യം ആദരിക്കുമ്പോൾ അഖില ലോക മലയാളികൾക്കൊപ്പം ന്യൂസ് മലയാളവും പരിധികളില്ലാതെ സന്തോഷിക്കുകയാണ്. മമ്മൂട്ടി അടുത്തിടെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞു, ഓഡിയൻസിനെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടതില്ല. കണ്ടും കേട്ടും പഠിച്ചും അവർ നമ്മളെ എഡ്യൂക്കേറ്റ് ചെയ്യുകയാണ്. അരനൂറ്റാണ്ടിലേറെ കാലം സിനിമയ്ക്കായി സ്വയം സമർപ്പിച്ച ഒരു ലെജൻഡിന്റെ വാക്കുകളാണ്. എന്തുകൊണ്ട് നമ്മുടെ മമ്മൂട്ടി എന്നതിനുത്തരം അതിലുണ്ട്. പരീക്ഷണങ്ങൾക്ക് സ്വയം എറിഞ്ഞുകൊടുക്കുന്ന ആവേശം, പിന്നെയും പിന്നെയും തേച്ചുമിനുക്കാനുള്ള അഭിനിവേശം, ചെറുപ്പക്കാരുടെ പ്രതിഭയിൽ അർപ്പിക്കുന്ന വിശ്വാസം, അങ്ങനെ കടഞ്ഞു കടഞ്ഞ് കാതൽ മാത്രം ശേഷിച്ചൊരു വടവൃക്ഷം. കടയും തോറും ശിഖരങ്ങൾ പടർന്ന് വനമായി വലുതാകുന്ന മഹാശാഖി, സ്വയം പുത്തനാക്കിക്കൊണ്ടിരിക്കുന്ന മമ്മൂട്ടി. ഒടുങ്ങാത്ത അഭിനിവേശം കൊണ്ട് നടനായ ഒരാളെന്നാണ് മമ്മൂട്ടി തന്നെപ്പറ്റി ആവർത്തിച്ചു പറയാറ്. KS സേതുമാധവന്റെ അനുഭവങ്ങൾ പാളിച്ചുകളിലെ ഡയലോഗില്ലാത്ത 12 സെക്കൻഡ് എക്സ്ട്രാ വേഷം കഴിഞ്ഞ് കാലത്തിരശീലയിൽ അരനൂറ്റാണ്ടിന്റെ റീലോടി 450-ലേറെ കഥാപാത്ര മൂശകളിലേക്ക് ആ അഭിനയദേഹം ഉരുകി വീണു. സ്വയമുടച്ച് വീണ്ടും വീണ്ടും പണിതു. ഇപ്പോഴും അതേ അഭിനിവേശം, അനുഭവക്കരുത്തിന്റെ സത്ത, ഘനം, സരളത. എല്ലാ തെന്നിന്ത്യൻ ഭാഷകളിലും ഹിന്ദിയും ഇംഗ്ലീഷും ഉൾപ്പെടെ 450-ലേറെ സിനിമകൾ, 3 ദേശീയ പുരസ്കാരങ്ങൾ, 6 സംസ്ഥാന പുരസ്കാരങ്ങൾ, ഡിലിറ്റ് ബിരുദങ്ങൾ, പത്മശ്രീ. ഒടുവിലിതാ മൂന്നാമത്തെ വലിയ സിവിലിയൻ ബഹുമതിയും നൽകി രാജ്യത്തിന്റെ ആദരം. മമ്മൂട്ടിയുടെ ഓരോ സിനിമയും നമ്മുടെ നല്ല സിനിമയുടെ ബെഞ്ച്മാർക്കുകളാകുന്ന കാലമാണിത്. ഓരോന്നും പഴയതിനെ തിരുത്തുന്നു. പിന്നോട്ടോടുന്ന പ്രായമെന്ന മട്ടിലെ വിശേഷണമെല്ലാം ഇനി നിർത്താം. അദ്ദേഹം മുന്നോട്ടു പായുന്ന മലയാള സിനിമയുടെ അമരത്തുനിന്ന് അടനയമ്പ് പിടിക്കുകയാണ്. ഇനിയും രാഗി, ഇനിയും മിനുങ്ങി, ഇതിലേറെ തിളങ്ങി, ഇങ്ങനെ തുടരുക. മലയാളത്തിന്റെ മഹാനടന് ന്യൂസ് മലയാളത്തിന്റെ അഭിനന്ദനങ്ങൾ, സ്നേഹാദരങ്ങൾ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.